പ്രൈസ് ദി ലോർഡ്. ഗലാത്യ ലേഖനത്തിന്റെ 5ാമത്തെ സീരീസിലേക്കാണ് ഇന്ന് രാവിലെ നമ്മൾ കടന്നു വരുന്നത്. We're going to talk about the 5th series from the chapter of Galatians. ഗലാത്യ ലേഖനത്തിന്റെ പ്രധാനപ്പെട്ട പ്രതിവാദി വിഷയം സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി എന്നുള്ളതാണ്. The main important crux point of the chapter of Galatians is that Christ has set you free. എന്നാൽ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയാലും അടിമ നുകത്തിൽ കുടുങ്ങിപ്പോകുവാനുള്ള സാധ്യതകൾ ഈ പുസ്തകം നമ്മെ വീണ്ടും വരച്ച് കാണിക്കുന്നുണ്ട്. Though Christ has called us to be set free in him, the chapter also talks about the different schemes of enemy where you can be trapped under the plans of enemy. 5ാമത്തെ അധ്യായത്തിലെ ഈ അടിമനുഖം ഇവിടെ നമ്മൾ കണ്ടു. ജഡത്തിന്റെ അഭിലാഷം എന്ന ഒരു അടിമനുഖമാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. We can see from this chapter the spirit of flesh that traps the believers. എന്താണ് ജഡാഭിലാഷം എന്ന വാക്കിന്റെ അർത്ഥം? What do you mean by the spirit of flesh? സമയത്തിന്റെ പരിമിതി മൂലം അതിനെക്കുറിച്ച് ഒത്തിരി വിശദീകരിക്കുന്നില്ലെങ്കിലും പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 7ാം അധ്യായത്തിന്റെ 23ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്: ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ രസിക്കുന്നുവെങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന മറ്റൊരു പ്രമാണം എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. എന്നിട്ട് അടുത്ത് പറയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിനതീതമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. Due to the time constraints, I cannot talk about much, but Apostle Paul says in Romans chapter 7 verses 23, it says that, but I see another law at work in me, waging war against the law of my mind and making me a prisoner of the law of sin at work within me. What a wretched man I am, who will rescue me from this body that is subject to death. ഈവൻ അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ പോലും പൗലോസ് പറയുകയാണ്, ഇതാ അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണകരമായ ശരീരത്തിൽ നിന്ന് ആർ വിടുവിക്കും. Even a man like Paul is saying that, what a wretched man I am, who will rescue me from this body that is subject to death. നമ്മുടെ ആത്മാവ് വീണ്ടെടുക്കപ്പെട്ടുവെങ്കിലും നമ്മുടെ ജഡശരീരം വീണ്ടെടുക്കപ്പെടാത്തത് കൊണ്ട്, ജഡശരീരത്തിന് പുത്രത്വം ലഭിക്കാത്തത് കൊണ്ട് ജഡം ഇപ്പോഴും പാപത്തിന് കീഴിലാണ്. Even though our spirit is saved, but our flesh is still weak and it has the habits of flesh. ജഡം പാപത്തിന് കീഴിലായതുകൊണ്ട് പാപത്തിന്റെ മോഹങ്ങൾക്ക് എപ്പോഴും ജഡത്തോട് എപ്പോഴും അതിന് ഒരു ബന്ധമുണ്ട്. The flesh is always connective or is always tempted to the sin. That's why Paul is saying. 5ാം അധ്യായത്തിന്റെ 17ാമത്തെ വാക്യം ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്ന ഒരു പദമുണ്ട്: ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. In Galatians chapter 5 verses 17, Paul says that for the flesh desires what is contrary to the spirit, and the spirit what is contrary to the flesh. അങ്ങനെയാണെങ്കിൽ വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതലിന്റെ അകത്ത് 2 ക്യാരക്ടർ ഉണ്ട്. From that we can derive that a person who is born again, there are 2 different characters that is within him. ഒന്ന് അവന്റെ ഓൾഡ് നേച്ചർ, അവന്റെ പഴയ സ്വഭാവം, മരിക്കാത്ത അവന്റെ ആദമിക സ്വഭാവം. One is the self that is of old or old behavior. 2 വയസ്സുള്ള കുഞ്ഞിനോടും അല്ലെങ്കിൽ 3 വയസ്സുള്ള കുഞ്ഞുങ്ങൾ പോലും അവർ കാണിക്കുന്ന ചില കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അവരെ പഠിപ്പിച്ചതൊന്നുമല്ല, മറിച്ച് അവർ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അവരുടെ ഓൾഡ് നേച്ചർ അല്ലെങ്കിൽ ആദാമിന്റെ ഓൾഡ് നേച്ചർ അവരുടെ ശരീരത്തിൽ, അവരുടെ രക്തത്തിൽ കിടപ്പുണ്ട്. Some of the behaviors even with children, what they do, that is not something that is taught by us or by any of us. It is a nature that's within our flesh. എന്നാൽ വീണ്ടും ജന്മം പ്രാപിച്ച ഒരു ദൈവ പൈതലിന്റെ മേൽ സ്തോത്രം ആത്മാവിനാലാണ് നാം വീണ്ടും ജന്മം പ്രാപിക്കുവാനിടയായി തീർന്നത്. But who are born again, we can see that we are renewed by the Spirit of God. നമ്മുടെ അന്തരാത്മാവിലേക്ക് പരിശുദ്ധ ആത്മാവ് കടന്നു വന്ന് നമ്മുടെ അന്തരാത്മാവിനെ അവൻ വീണ്ടും ജനിപ്പിക്കുവാനിടയായി തീർന്നു. The Holy Spirit comes within us, and so that our spirit is renewed. അപ്പോൾ ഇരുണ്ടുപോയ നമ്മുടെ ആന്തരിക ആത്മാവിന്മേൽ ദൈവ
ദൈവത്തിന്റെ ജീവന്റെ വ്യാപാരം ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. The one who were darkened from inside, when the Holy Spirit came inside of us, we are enlightened. എന്നാൽ ഈ അകത്തുള്ള അന്തരാത്മാവിൽ ദൈവത്തിന്റെ പ്രകാശം വന്നുവെങ്കിൽ തന്നെയും നമ്മുടെ പുറത്തുള്ള ഒരു ജഡശരീരം എന്നും അകത്തുള്ള അന്തരാത്മാവിനോട് എന്നും പോരാടിക്കൊണ്ട് അകത്തു വസിച്ചുകൊണ്ടിരിക്കുകയാണ്. Though deep inside, though we are enlightened by the Holy Spirit, but our flesh is always contrary against the enlightenment that we have inside. ഈ ജഡശക്തി എന്ത് ചെയ്യുന്നു? റോമാലേഖനം 7-ാം അധ്യായവും 8-ാം അധ്യായവും പൗലോസ് വളരെ നമ്മളെ പഠിപ്പിക്കുന്ന അധ്യായങ്ങളാണ്. What does this flesh does? Paul says in Romans chapter 7 and 8. ജഡശക്തി നമ്മെ തിന്മ പ്രവർത്തിപ്പിക്കുന്നു. The flesh always makes us do wrong things. ജഡശക്തി നമ്മെ പാപത്തിന്റെ മോഹങ്ങളെ ജനിപ്പിക്കുന്നു. The flesh always tempts or desires for the nature of sin. ശരീരത്തെ അനീതിയുടെ ആയുധങ്ങളാക്കി തീർക്കുന്നു. It makes us do unrighteous things. ഈ ജഡചിന്തകൾ ദൈവത്തോട് ശത്രുത്വമാണ്. The flesh always desires the things against God. 8:15 കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, ജഡം നമ്മെ ദാസത്വത്തിലേക്ക് വീണ്ടും തള്ളിയിടുന്നു. Last week we mentioned that the desires of flesh always brings or takes us down to be a slave. അതുപോലെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന 1 കൊരിന്ത്യർ ലേഖനം 3 പറയുന്ന മറ്റൊരു പദമുണ്ട്, ജഡം നമ്മെ ഈ വചന വെളിപ്പാടിനെ തടയുന്നു. In 1 Corinthians chapter 3 it says that flesh always contraries or it is always against the word of God. കാര്യം വചനം കേൾക്കാൻ തുടങ്ങുമ്പോൾ ജഡം ആ വചനം കേൾക്കാൻ പോലും നമ്മെ അനുവദിക്കാതെ വണ്ണം ഈ ജഡം നമ്മെ ഉറക്കി കളയുന്നു. Even when we are about to hear from the word of God, because of our flesh it always put against it. നമ്മൾ ജഡത്തെ കുറിച്ച് പറയുമ്പോൾ പൗലോസ് അവിടെ പറയുന്ന ഒരു പദമുണ്ട്, എനിക്ക് പ്രായമുള്ളവരോട് എന്ന പോലെ നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ടെങ്കിലും ശിശുക്കളോട് എന്ന പോലെ പറയുവാൻ നിങ്ങൾക്ക് കഴിയുന്നുള്ളൂ. കാര്യം ഇത് കേൾക്കാനുള്ള അതിന്റെ പ്രാപ്തി പോലും നിങ്ങൾക്ക് പ്രാപിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. Though we can see that Paul saying in the same chapter, though I want to talk to you from the realms of spirit, but because of the flesh I can only talk to you like who are like a children in the kingdom of God. അപ്പോൾ ജഡം ചെയ്യുന്ന കാര്യം വചനത്തെ ഗ്രഹിക്കുവാൻ പോലും നമ്മുടെ ബുദ്ധിയുടെ നമ്മെ സമ്മതിക്കാതെ അനുവദിക്കുന്നില്ല. What the flesh does is that it always subdues or it always brings or closes us from the word of God. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് ഗലാത്യ ലേഖനത്തിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ, when we come back to the chapter that we read, ഇനിയും ഈ എങ്ങനെയാണ് നമുക്ക് ജഡത്തെ ജയിക്കുവാൻ കഴിയുന്നതെന്നാണ് ഈ ചിന്തകൾ നമ്മെ ഇവിടെ പറയുന്നതായിട്ട്. we can talk about how can we win against the desires of the flesh. എന്നാൽ അത് പറയുന്നതിന് മുൻപ് ജഡത്തിന്റെ 4 വിധ പ്രവൃത്തികളെ ഈ പാരഗ്രാഫിൽ നമ്മൾ വായിച്ച വാക്യത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. Before I explain about that, we will see the 4 different types of things that the flesh does. ജഡത്തിന്റെ 4 പ്രവൃത്തികളിൽ ഒന്നാമത്തെ സ്റ്റേജ് ദുർനടപ്പ്, അശുദ്ധി ആൻഡ് ദുഷ്കാമം. The first stage or the first thing that the flesh does is that the flesh obeys its sexual immorality, impurity and debauchery. ജഡം നമ്മൾക്ക് എന്നും അശുദ്ധി, ദുഷ്കാമം ഈ ചിന്തകൾ ജഡത്തിന്റെ ആസക്തി ജനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. Always what the flesh does is that it brings sexual immorality, impurity and debauchery. ഇനി അടുത്ത മറ്റൊരു മേഖലയാണ് വിഗ്രഹാരാധന, ആഭിചാരം. And the next dimension is idolatry and witchcraft. നമ്മൾ പെന്തക്കോസ്തുകാർ നമ്മൾ പറയും നമ്മൾ വിഗ്രഹങ്ങളെ സേവിക്കുന്നവരല്ല, നമ്മൾ ആഭിചാരം ചെയ്യുന്നവരല്ല എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. Though we are Pentecostal, we say that we do not do any of such things. എന്നാൽ വിഗ്രഹാരാധന എന്ന് പറയുന്നത് ഒരു വിഗ്രഹത്തിന്റെ മുമ്പിൽ പോയി നിന്ന് നമസ്കരിക്കുന്നത് മാത്രമല്ല, നമ്മൾ പലതിനെയും ദൈവത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന പലതും വിഗ്രഹങ്ങളായി മാറാറുണ്ട്. Idolatry doesn't mean that we have to worship an idol, something that we give importance more than God. It is a form of idolatry. ഉദാഹരണത്തിന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആരാധനയേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്താൽ അത് വിഗ്രഹമായി തീരുകയാണ്. Even if we give importance to our children more than worshiping God, it is an idolatry. ഇനി നമ്മുടെ സമയം മറ്റെന്തെങ്കിലും കവർന്നെടുക്കുന്നുണ്ടെങ്കിൽ, സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കവർന്നെടുക്കുന്നുണ്ടെങ്കിൽ അത് ഐഡലായി മാറുകയാണ്. If we incline to anything else, even spending time in social media, if that is inclining more time than spending in the word of God and
under his feet, then that is an അപ്പോൾ idolatry. ജഡം അങ്ങനെ പ്രവർത്തിക്കുന്നു. So the flesh does these things. തീർന്നില്ല. മൂന്നാമത്തെ ഒരു ഘടകം അവിടെ വീണ്ടും കാണുവാൻ കഴിയുന്നു. പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വവശം, ഭിന്നത, അസൂയ. And it doesn't end there. The third says that the flesh brings hatred, discord, jealousy, fits of rage, selfish ambitions, dissensions, factions, and envy. ഇനി ആദ്യത്തെ രണ്ട് കാറ്റഗറിയിൽ നമ്മൾ പെടുന്നില്ലെങ്കിൽ നമ്മൾ പറയും ഈ കാറ്റഗറി നമ്മൾ പലരും പെടുന്നവരാണ്. Though we are not among the first two categories, we can say that we are in this third ഈവൻ category. ഗലാത്യ സഭ പോലും ഈ കാറ്റഗറിയുടെ ഭാഗമായി തീരുകയാണ്. Even the Galatians church were under this third category. കാരണം അതുകൊണ്ടാണ് 13ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, സഹോദരന്മാരെ നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പീൻ. That's why it says in verses 13, you my brothers and sisters were called to be free, but do not use your freedom to indulge in the flesh, rather serve one another humbly in love. 15ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകയും ചെയ്താലോ ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. In verses 15 it says, if you bite and devour each other, watch out, for you will be destroyed by each other. അപ്പം അന്യോന്യം കടിക്കുക തിന്നുക എന്നൊക്കെ ഉള്ള വാക്കുകൾ നമ്മൾ എടുക്കുമ്പോൾ പരസ്പരമുള്ള പിണക്കങ്ങൾ, പരസ്പരമുള്ള ക്രോധങ്ങൾ, പരസ്പരമുള്ള ശാഠ്യതകൾ, ഭിന്നതകളൊക്കെ ആ വാക്യത്തിൽ കൂടെ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. The verse itself says that if you bite and devour each other, itself says that we are not supposed to have such natures within us. 26ാമത്തെ വാക്യത്തിലും കാണുന്നു, നാം അന്യോന്യം പോരിന് വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടുകൊണ്ടും വൃഥാഭിമാനികളാകരുതെന്ന്. And in verses 26 it says that let us not become conceited, provoking and envying each other. അപ്പോൾ ഗലാത്യ സഭയ്ക്കകത്തും അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നു. And even in the Galatian church there were such issues. ദൈവം നമ്മെ സ്വാതന്ത്ര്യത്തിനായിട്ടാണ് വിളിച്ചത്. പക്ഷേ ഈ ജഡം ആ സഭയ്ക്കകത്തും ഇപ്പോൾ അസൂയയും പിണക്കവും പകയും ദുർനടപ്പും ഇതൊക്കെ ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ God ഉണ്ടായിരുന്നു. has called to or walk to be in the freedom in Christ, but we have such natures of the flesh. ജഡത്തെ കുറിച്ച് പറയുമ്പോൾ അടുത്ത 4ാമത്തെ കാറ്റഗറി മദ്യപാനം, വെറുക്കുത്ത് എന്ന പദം കൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. And the fourth category we can see that drunkenness and orgies. എന്നിട്ട് ഈ പദങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം പൗലോസ് പറയുകയാണ്, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. And after saying all these four categories, Apostle Paul says that I warn you, as I did before, that those who live like this will not inherit the kingdom of God. കഴിഞ്ഞ ഒരാഴ്ച എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച ഒരു പദമാണ് ആ പദം. Last 1 week, that is one statement that has worried me a lot. ലോകം പറയുന്ന വലിയ ദുർനടപ്പും ആ വിചാരമൊന്നും നമ്മൾ ചെയ്യുന്നില്ലെങ്കിലും ഓക്കെ പറഞ്ഞോ. Though we are not walking like the world says, that we are not doing such big sins. എന്നാൽ ഈ ജഡത്തിന്റെ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ ഞാനും നിങ്ങളും ഒക്കെ വീണുപോയിട്ടുള്ളവരാണ് ഈ കഴിഞ്ഞ ഒരാഴ്ച. As mentioned in this, though we do not do much big sins like the desires of the flesh, any of this one category that we fall in, then we are in trouble. വീണുപോകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. Is there anybody who has never fall in any of these categories? ആരും സ്തോത്രം പറഞ്ഞില്ല. No one says amen. അപ്പൊ നമ്മളെല്ലാം വീണിട്ടുണ്ട്. It means that we have all fallen. പ്രസംഗിക്കുന്ന ഞാനും വീണു, കേൾക്കുന്ന നിങ്ങളും വീണു. The one who I have also fallen, and you guys have also fallen. And മലയാളം ബൈബിളിൽ പറഞ്ഞു ഈ വക പ്രവർത്തിക്കുന്നവരാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. And in the Malayalam Bible it says that those who have done or been in any of these categories will not inherit in the kingdom of God. അങ്ങനെയാണെങ്കിൽ കർത്താവ് ഇപ്പം വന്നാൽ, it means that if God comes now, ഉപദേശിതൊട്ട് ഒരു മനുഷ്യനും എടുക്കപ്പെടത്തില്ല. as a pastor myself and you will not inherit into the kingdom of God. സ്തോത്രം. അപ്പോഴാണ് എനിക്ക് ഇംഗ്ലീഷ് ബൈബിൾ വായിക്കാനൊന്ന് തോന്നിയത്. That's why I happened to read this English Bible. ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നു, those who live like this will not enter the kingdom of God. NIV. But the English Bible says that those who live like this. NKJV ഒന്നും കൂടെ ഞാൻ വായിച്ചു. I've read NKJV again. Those who practice such a things will not inherit the kingdom of God. അത് പ്രവർത്തിക്കുന്നവരെ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. But those who practices. Those who practices. അത് പ്രവർത്തിക്കുന്നവർ. Present continuous. Yeah, it's a present continuous tense. അപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ.
അപ്പോൾ അവര് ദൈവരാജ്യത്തിൽ കയറത്തില്ല. They will not inherit in the kingdom of God. അപ്പോഴാണ് എനിക്കൊരു ഇച്ചിരി ആശ്വാസം വന്നത്. That's when I was relieved. അപ്പൊ നമ്മളൊക്കെ വീണു പോകുന്ന ജഡശരീരത്തിലെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. We know that we all are in the flesh എന്നാൽ വീണു പോകുന്ന ഈ ശരീരത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണു പോയി ഒരുവന് മനസ്സിലാകുമ്പോൾ അവൻ ചെയ്യേണ്ട കാര്യം കർത്താവേ വീണു പോയി എന്ന ദൈവസന്നിധിയിൽ അംഗീകരിക്കുക എന്നുള്ളതാണ്. Yeah, though we are in the flesh, there are chances that we will fall. When we fall, we have to tell God that we have fallen. അല്ലാതെ വീണു പോയി കഴിഞ്ഞാൽ ഞാൻ കൃപയിലോട്ടാ വീണെന്നും പറഞ്ഞ് വീണു പോയതിനെ ന്യായീകരിച്ചോണ്ടിരുന്നാൽ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. When we fall, do not say that I am under grace, and if you don't tell that to God, then you are in trouble. അപ്പോൾ വീണ്ടും പോയ ഒരു ദൈവവൈതൽ ദൈവസന്നിധിയിൽ വീണ്ടും അനുതാപത്തോടെ ദൈവസന്നിധിയിൽ പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്നാൽ പിതാവ് വീണ്ടും അവനെ ആശ്ലേഷിക്കാൻ ദൈവം സന്നദ്ധനാണ്. Though you fall, you have to ask for repentance and ask for forgiveness from God so that you can walk into the house of God. അത് ഓർക്കുമ്പോഴത്തേന് അന്ന് എല്ലാ ആഴ്ചയിലും നമുക്ക് വീഴാമെന്നും ആരും ചിന്തിച്ച് കളയരുത്. It doesn't mean that because that being the reason, do not take it as a license to do things. എന്റെ അപ്പൻ സ്വീകരിക്കുമല്ലോ. It means that whenever you fall, you can always come back and repent. ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് വീണ്ടും വീണ്ടും നിങ്ങൾ കർത്താവിനെ ക്രൂശിക്കരുത്. In Hebrews chapter 6 it says that do not crucify the Lord again and again. Praise the Lord. അതിന്റെ ചിന്ത ഇവിടെ ഇപ്രകാരമാണ്. സ്തോത്രം, കുറ്റബോധമില്ലാത്ത ഒരു ജീവിതം സ്തോത്രം അത് ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുകയാണ്. It basically means that an unrepentant heart will always take us away from God. പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുമ്പോൾ സ്തോത്രം ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുന്നവനെ ദൈവം ആശ്ലേഷിച്ച് വീണ്ടും തന്റെ തിരുകൃപ അവന്റെ മേൽ ചൊരിയുന്നു. Holy Spirit convicts us of sin, of righteousness. When we convict of our sins, God will bring back to his house or to his, and he will embrace you. എന്നാൽ അതേ സമയത്ത് പാപത്തെ ന്യായീകരിക്കുവാൻ നമുക്ക് അവകാശമില്ല. And at the same time we cannot ask or stay in that sin forever. കാര്യം എന്തുകൊണ്ട് നമുക്ക് പാപത്തെ ന്യായീകരിക്കുവാൻ അവകാശമില്ല? Why we cannot justify for the reason being in the sin. അതൊക്കെ പറഞ്ഞാൽ മതി മോനെ. ഇന്ന് പറയുന്നത് മുഴുവൻ എല്ലാവർക്കും മനസ്സിലാകണം. Alright. Praise the Lord. അപ്പോൾ പാപത്തെ എന്തുകൊണ്ട് ന്യായീകരിക്കാൻ കഴിയത്തില്ല? Why we cannot justify sin? വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു ജയിക്കുന്നവന് മാത്രമേ ദൈവസിംഹാസനത്തിൽ കയറുവാൻ കഴിയത്തുള്ളൂ. In Revelations it says that those who win, they can only inherit in the kingdom of God. ജയിക്കുന്നവർക്കാണ് ജീവകിരീടം അവിടെ ഉള്ളത്. Those who win, they will inherit the crown. അങ്ങനെയാണ് ജയിക്കുന്നവർക്കാണ് ജീവവൃക്ഷ ഫലമുള്ളത്. Those who win, they will have the fruit of life. ജയിക്കുന്നവർക്കാണ് മറിഞ്ഞിരിക്കുന്ന മന്ന ലഭിക്കുന്നത്. Those who win, they will have manna. ജയിക്കുന്നവർക്കാണ് ആലയത്തിന്റെ തൂണാക്കുന്നത്. Those who win, they will be the pillar of the house of the Lord. ജയിക്കുന്നവനെയാണ് സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകുന്നത്. Those who win, they will inherit and will be seated at his throne. അപ്പോൾ നിങ്ങൾ ചോദിക്കൂ നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ട് നമുക്ക് ജയിക്കുവാൻ കഴിയുമോ എന്ന്. Then you will be asking, can we win by our own self? ഒരിക്കലും കഴിയത്തില്ല. We cannot. എന്റെ കഴിവ് കൊണ്ട് ഞാൻ ജയിക്കാൻ ശ്രമിച്ചാൽ ഞാൻ ജഡത്തിൽ വീണ്ടും വീണു പോകുകയാണ്. If we try to win by ourselves or by our flesh, then we will again fall into sin. അപ്പോൾ എന്റെ കഴിവ് കൊണ്ട് എന്റെ സെൽഫ് പവർ കൊണ്ട് എനിക്ക് ജയിക്കാൻ കഴിയത്തില്ല. We cannot win by our power or by our flesh. പിന്നെ എങ്ങനെയാണ് എനിക്ക് ജയിക്കുവാൻ കഴിയുന്നത്? But how can we win then? 16-ാമത്തെ വാക്യം പറയുന്നു ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. How can we win? Verse 16 says that, so I say walk by the Spirit and you will not gratify the desires of the flesh. അപ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക് മാത്രമേ ജഡത്തിന്റെ മോഹത്തെ നിവർത്തിക്കാതിരിക്കുവാൻ കഴിയത്തുള്ളൂ. Who can win? The person who walks and obeys the Spirit can win or will not gratify the desires of the flesh. ആത്മാവിനെ അനുസരിച്ച് നടക്കണമെങ്കിൽ ഒന്ന് ആത്മാവിൽ ജനിക്കണം. If you want to obey the Spirit, you have to be born again by the Spirit. ഇവിടെ ഇരിക്കുന്നവർ ഭൂരിഭാഗവും നിങ്ങൾ ആത്മാവിൽ ജനിച്ചവരാണ് ഞാൻ പരിപൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. I believe that you are all born again. ഇന്ന് രാവിലെ ആരെങ്കിലും ആത്മാവിൽ ജനിച്ചില്ലെങ്കിൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുന്നു. ഇതത്രേ സുപ്രസാദകാലം, ഇതത്രേ
ഇത്രേ രക്ഷാ ദിവസം. If today morning, if any of you are not born again, I pray that you may be born again in the spirit. ആത്മാവിനാലും വെള്ളത്താലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയത്തില്ല. If you are not born again by the spirit and not by baptism, you will not enter the kingdom of അപ്പോൾ God. ആത്മാവിൽ ജനിച്ചവന്റെ അടുത്ത തലമെന്ന് ചോദിച്ചാൽ അവൻ ആത്മാവിൽ നടക്കുക എന്നുള്ളതാണ്. When you are born again in the spirit, the next step is that you will walk by spirit. നമ്മളെല്ലാം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു എന്നത് സത്യമാണ്. We know that we are all saved, we are baptized, we speak in tongues. എന്നാൽ കർത്താവ് അതിനെ അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇതാണ്: നാം ആത്മാവിനെ അനുസരിച്ച് ആത്മാവിനോട് കൂടെ നടക്കുക എന്നത്. In the same way, in the same intensity, God says that you have to walk by the spirit. അത് സൺഡേ സഭായോഗത്തിന് വരുമ്പോഴല്ല ആത്മാവിൽ നടക്കുന്നത്. ഈ സഭായോഗം കഴിഞ്ഞ നിങ്ങൾ ഈ ഹോള് വിട്ട് മടങ്ങുമ്പോൾ 24 മണിക്കൂർ 365 ദിവസവും ആത്മാവിനോട് കൂടെ നടക്കുന്ന അനുഭവത്തിന്റെ പേരാണത്. It is not just coming into Sunday for a service that you walk by spirit. Every time, even when you walk out, even when you do life, you have to walk by the spirit. Praise the Lord. ഈനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, അതുകൊണ്ട് ദൈവം അവനെ എടുത്തു. Enoch walked with God so that God took him. Praise the Lord. ആത്മാവിനോട് കൂടെ നടക്കുന്നവർക്കാണ് ദൈവത്താലുള്ള എടുക്കപ്പെടൽ ഉണ്ടാകുന്നത്. Amen. When you walk by the spirit, God will take you. ആമേൻ. ആത്മാവിനോട് കൂടെ നടക്കുമ്പോൾ ജനത്തിന്റെ മോഹത്തെ നമുക്ക് ആത്മാവിൽ ജയിക്കുവാൻ കഴിയും. When you walk by spirit, all the desires of flesh, it will be taken away. പാസ്റ്റർ ആയതുകൊണ്ടോ ബിഷപ്പ് ആയതുകൊണ്ടോ തിയോളജിയൻ ആയതുകൊണ്ടോ ജനത്തെ ജയിക്കാൻ കഴിയത്തില്ല. By being a pastor or by being any other authority, you will not be taken up. ജയിക്കാൻ കഴിയുന്ന ആർക്കാന്ന് ചോദിച്ചാൽ ആത്മാവിനോട് കൂടെ നടക്കുന്ന ഒരു കൊച്ചു പൈതലിന് അവൻ ആത്മാവിൽ ജയിക്കാൻ കഴിയും. Who can win then but by the person who walks by the spirit, he can win. ആത്മാവിൽ ജീവിക്കുക, walk and live in the spirit. ആത്മാവിൽ നടക്കുക. Walk in the spirit. എല്ലാവരും ഇന്ന് രാവിലെ പറഞ്ഞേ, ആത്മാവിൽ നടക്കുക, Walk in the spirit. ആത്മാവിൽ നടക്കുക. Walk in the spirit. പറഞ്ഞാട്ടെ, ആത്മാവിൽ നടക്കുക. Walk in the spirit. ദൈവസഭയെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി നീ ആത്മാവിൽ നടക്കണമെന്നുള്ളതാണ്. The church needs to walk in the spirit, and that's the word says. പരിശുദ്ധാത്മാവ് നീതിയെ കുറിച്ച് ന്യായവിധിയെ കുറിച്ച് ബോധം വരുത്തുന്ന ആത്മാവ് നിന്നെ സകല സത്യത്തിലും വഴി നടത്തും. Amen. The Holy Spirit convicts us of sin and righteousness, and He says that you need to walk in the Spirit. നീ ആത്മാവിൽ നടക്കുമ്പോൾ സത്യം എന്താണ് മിഥ്യ എന്താണെന്ന് ആത്മാവ് നിനക്ക് ബോധ്യം വരുത്തും. When you walk by the Spirit, it will convict you of what is good and what is wrong, and you will know it. അപ്പോൾ ആത്മാവിൽ നടക്കുന്നവന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ ആധിപത്യം ഉണ്ടാകും. Amen. When you walk by the Spirit, then there will be an indwelling presence of the Holy Spirit. ആത്മാവിൽ നടക്കുന്നവൻ ഈ വചനത്തെ മനനം ചെയ്തുകൊണ്ടിരിക്കും. Amen. When you walk by the Spirit, you will always be convicted and walk by this word. ആത്മാവിൽ നടക്കുന്നവന്റെ മേൽ ദൈവരാജ്യം മഹത്വപ്പെട്ടുകൊണ്ടിരിക്കും. Amen. When you walk by the Spirit, always the presence of God and the kingdom will always inherit on you. Oh, rule over them. Amen. You will rule over them. ആത്മാവിൽ നടക്കുന്നവൻ ദൈവരാജ്യത്തെ ഈ ഭൂമിയിൽ വിളംബരം ചെയ്തുകൊണ്ട് Amen. നടക്കും. When you walk by the Spirit, you will always establish the will and power of the kingdom. Hallelujah. 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 ആത്മാവിൽ നടക്കുന്നോട് പരിശുദ്ധാത്മാവ് പറയും, മോനെ ഡേവിഡ് സാഹ, ഇതാകുന്ന വഴി, ഇതിലൂടെ നടന്നുകൊള്ളുക. When you walk by the Spirit, He will call your name and will tell you, this is the way, walk in it. ഇതിലൂടെ നടന്നുകൊള്ളുക. He will say, walk by this നിന്നെ കുറിച്ചുള്ള way. പദ്ധതി ഇതാണ്. This is the way that the Lord has for ഈ you. സീസണിൽ ഞാൻ നിന്നെ ഇവിടെയാണ് ആക്കി വെച്ചിരിക്കുന്നത്. In this season, God has planted you അതുകൊണ്ട് here. ഇതിലൂടെ നടന്നുകൊള്ളുക. And for that reason, walk in this നിന്റെ way. വഴി തെറ്റത്തില്ല. You will not go astray. നിന്റെ പാത തെറ്റത്തില്ല. You will not go astray. ആത്മാവ് നിനക്ക് വഴികാട്ടിയായിരിക്കും. The Spirit will show ആത്മാവ് you the നിന്നെ way. നടത്തിക്കൊണ്ടിരിക്കും. The Spirit will take you and show you the way. ആത്മാവ് നിനക്ക് നിയോഗം നൽകിക്കൊണ്ടിരിക്കും. He will give you intentions and ideas where to walk. ആത്മാവ് നിന്നെ ശക്തീകരിച്ചുകൊണ്ടിരിക്കും. The Spirit will strengthen you. ഹല്ലേലൂയ. ഹല്ലേലൂയ.
അതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ വീണ്ടും പറയുകയാണ്, And that's why this morning again I'm saying, ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. do not grieve the Holy ഒരു Spirit. വാക്കുകൊണ്ട് ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. Do not grieve the Holy Spirit. ദൈവസഭയെ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. Do not grieve the Holy Spirit. ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. Do not grieve the Holy നിന്റെ Spirit. പ്രവൃത്തി കൊണ്ട് ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. By your actions, do not grieve the Holy നിന്റെ ചിന്ത കൊണ്ട് Spirit. ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. By your actions, do not grieve the Holy Spirit. നിന്റെ ഓരോ പ്രവൃത്തിയും ആത്മാവിന് ദുഃഖം വരുത്തുന്നതായി Let തീരരുത്. no actions of yours grieve the Holy Spirit. പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ഇതിന് നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. The Holy Spirit is in the midst of us today. സകലത്തെയും അറിയുന്നവൻ ഇന്ന് രാവിലെ നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. The one who knows everything is in the midst today. ഇന്ന് രാവിലെ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. In this morning, do not grieve the Holy Spirit. അവനാണല്ലോ വീണ്ടെടുപ്പ് നാളിനായി അവൻ നമ്മെ മുദ്രയിട്ടിരിക്കുന്നത്. He is the one who is coming to take us back. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. Praise the Lord. Praise the Lord. Praise the Lord. Jesus. ആത്മാവിൽ നടക്കുക എന്ന് പറഞ്ഞ എന്താണ്? When you walk by Spirit, what is it? പൗലോസ് അപ്പോസ്തലൻ വീണ്ടും വിശദീകരിക്കുന്നു. Apostle Paul says that. ആത്മാവിൽ നടക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ഫലം കായ്ക്കുക എന്നുള്ളതാണ്. To walk by Spirit, it means that to produce the fruit of the Holy Spirit. ഞാൻ മുമ്പ് പറഞ്ഞു, ഇംഗ്ലീഷ് സർവീസിൽ പറഞ്ഞു, ഫലം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയത്തില്ല. In the English service, I told you that we cannot produce fruit by our own. ഫലം നമ്മൾ ബെയർ ചെയ്യുകയാണ്. We bear the fruit. ആത്മാവിൽ നടക്കുമ്പോൾ When you walk by the Spirit, നമ്മൾ ഫലം പ്രൊഡ്യൂസ് ചെയ്യുവല്ല. you not produce the fruit. 9 വിധ ഫലത്തെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. You can see the 9 different types of ഈ spirit. ഫലത്തെ നാം പ്രൊഡ്യൂസ് ചെയ്താൽ If we produce this fruit, അത് ജഡത്തിലാണ്. it is in the flesh. ആരെങ്കിലും ഞാൻ ഇന്ന് തൊട്ട് ഇനി വലിയൊരു ഭയങ്കര സ്നേഹം എല്ലാവരും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാകുന്ന ചിന്തിച്ചാൽ, If anyone thinks that I will be someone who will love everybody, അത് ജഡത്തില. then that will be in the flesh. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട് വിശ്വസിക്കുന്നു. Are you understanding what I'm saying? അപ്പോൾ ആത്മാവിൽ നടക്കുന്നവൻ, But when you walk in the ആത്മാവിൽ Spirit, വസിക്കുന്നവൻ, when you walk and dwell in the Spirit, ആത്മാവിനോട് കൂടെ ചരിക്കുന്നവൻ, when you walk and cling to the Spirit, അവൻ ആത്മാവിൽ നടക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവനിൽ ഉണ്ടാകേണ്ട കാര്യമാണ് ആത്മഫലം എന്നുള്ളത്. when you walk and dwell with the Spirit, all the fruits that's mentioned in here, it will be automatically be there. ഈ ഫലം ഓട്ടോമാറ്റിക്കായിട്ട് നീ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. It will come automatically and so naturally to നീ you. ഒന്നും അതിന് ചെയ്യണ്ട. You do not have to do anything. നീ ആത്മാവിൽ വെറുതെ നടന്നാ മതി. You have to just walk with the Holy Spirit. പറയുന്നത് മനസ്സിലാക്കുന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ. How many of you can understand? Praise the Lord. 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 ഞാൻ ആത്മാവിൽ നടക്കുന്നു എന്ന് നിങ്ങൾക്കറിയാനുള്ള മാർഗം ഞാൻ പറയാം. How you can recognize whether you're walking in the Spirit. എന്റെ അകത്ത് സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ ആത്മാവില നടക്കുന്നേ. If you have love inside of you, you're walking in the Spirit. എന്റെ അകത്ത് സന്തോഷം ഉണ്ടെങ്കിൽ ഞാൻ ആത്മാവില നടക്കുന്നേ. If there is happiness, if there is joy inside of you, you walk by the Spirit. എന്റെ അകത്ത് സമാധാനവും ദീർഘക്ഷമയും വ്യാപരിക്കും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് ഞാൻ ആത്മാവില നടക്കുന്നത്. If there is peace and forbearance in my heart, it means that I walk by Spirit. Praise the Lord. Amen. Praise the Lord. Amen. Praise the Lord. Amen. അപ്പോൾ വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതൽ ആത്മാവിൽ നടക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. The person who have been born again, renewed by the Spirit, when you walk by it, these qualities, these fruits will be in you. അവിടെ ഫ്രൂട്ട്സ് എന്ന പദമില്ല, ഫ്രൂട്ട് ആണ് ഉള്ളത്. It says that not fruits, fruit. എന്തുകൊണ്ടാണ് ഫ്രൂട്ട് സിംഗുലർ? Why does it's called fruit and not fruits? അതിന്റെ കാര്യം, The reason is ആത്മാവിന്റെ വ്യത്യസ്ത അവസ്ഥാന്തരങ്ങളെയാണ് അത് കാണിക്കുന്നത്. aspects of the Spirit. യെസ്, ഉദാഹരണത്തിന് For example, വെള്ളം. water. വെള്ളത്തിനൊരു അവസ്ഥാന്തരമുണ്ട്, ഐസ്, ഘനീഭവിച്ച അനുഭവം. The different aspect or the different dimension of water is ice. ഐസ്. മറ്റൊന്നുണ്ട് ലിക്വിഡ്, വെള്ളം. We can also consider it as a liquid.
also H2O, വായു, air. Yeah, even the air. Yes, steam. അപ്പൊ ഇതെല്ലാം വെള്ളമാണ്. All this is water. മാറ്റർ, പല മാറ്റേഴ്സ് ഉണ്ട്. These are different matters. സ്നേഹിക്കാൻ കഴിയാത്ത മേഖലകളിൽ ദൈവസ്നേഹം നിന്നിൽ നിന്നൂടെ പുറത്തു വരുമ്പോൾ ഇപ്പോൾ ആത്മാവിന്റെ ഫലം അവിടെ പുറപ്പെടുകയാണ്. I mean, when you cannot consciously love somebody, when you start loving, then the work of the Spirit starts within you. സന്തോഷിക്കാൻ ഒരു ചാൻസും ഇല്ലാത്തപ്പോഴും, When there is no reason to be joyful or happy, അകത്ത് സന്തോഷിക്കാൻ ഒന്ന് വെളിപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ പേര് ആത്മാവിന്റെ ഫലം എന്നാണ്. if there is no reason to be joyful or happy, if there is some joy or happiness that stirs within you, it is the work of the Spirit. നെഹമ്യാ 8:10 പറയുന്നു, the joy of the Lord is my strength. Nehemiah chapter 8 verse 10 says that the joy of the Lord is my strength. യഹോവയുടെ സന്തോഷം എൻ്റെ. Amen. Jesus. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. അപ്പോൾ പ്രതികൂലത്തിന് നടുവിൽ When you are in the midst of trouble, നിന്റെ മേൽ ഇന്ന് പകൽ പറഞ്ഞതുപോലെ ബലപ്പെട്ടു വരുന്ന ഒന്നാണ് യഹോവയിലുള്ള സന്തോഷം. amen, when you're in the midst of the trouble, that the thing that churns up, or the thing that stirs up within you, that is the strength and love of God. പൗലോസ് കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ When Paul was in the jail, in the prison, അവൻ പറയാണ്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു. in prison, Paul says that rejoice in the Lord always. Rejoice, I say അവൻ again. പ്രതികൂലത്തിന്റെ നടുവിൽ നിന്നെ ചിരിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ആത്മാവിന്റെ ഫലമാണ്. In the midst of problems, in the midst of chaos, if you are rejoicing, it is the fruit of the Spirit. ഹബക്കൂക്ക് പ്രവാചകൻ പറയുന്ന ഒരു പദമുണ്ട്, അത്തിവൃക്ഷം തളിർക്കുകയില്ല, മുന്തിരിവള്ളി ഫലം കാണത്തില്ല, ഗോശാലയിലെ കന്നുകാലികൾ ഒന്നും കാണത്തില്ല, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. In chapter Habakkuk it says that though the fig trees may not yield, though they may not be though they may not be crops in the field, he says that yet I will rejoice in the Lord. എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഞാൻ ഉല്ലസിക്കും. The one who saved me, I will put my trust in him. അതിന്റെ പേരാണ് ആത്മാവിലുള്ള ഫലം. That is the meaning of the fruit of the Spirit. എത്ര പേർക്ക് ഇന്ന് രാവിലെ മനസ്സിലാകുന്നുണ്ട്? How many of you can understand this ആത്മാവിന്റെ morning? ഫലത്തെ ഇത് എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട്? How many of you can understand this morning? നീ ആത്മാവിനോട് കൂടെ നടക്കുമ്പോൾ, When you walk by നീ the Spirit, പരിശുദ്ധാത്മാവിനോട് കൂടെ നീ സംവാദിക്കുമ്പോൾ, when you walk by the Holy Spirit, എല്ലാം നിനക്ക് പ്രതികൂലമാകുമ്പോഴും when everything is chaos, നിന്റെ അകത്തുനിന്ന് നിനക്ക് ചിരിക്കാൻ കഴിയുന്ന ഒന്നിന്റെ പേരാ ആത്മാവിന്റെ when ഫലം. everything is in chaos, if there is a joy that you can experience deep inside, it is called the fruit of the Holy Spirit. Hallelujah. 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 സമയം തീർന്നതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. We do not have time, that's why I'm finishing. ഇന്ന് രാവിലെ എങ്ങനെ എനിക്ക് ജഡത്തെ ജയിക്കാൻ കഴിയും? This morning, how can I win this flesh? ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ എനിക്ക് ജഡത്തെ ജയിക്കാൻ കഴിയും. If you walk and obey the Holy Spirit, you can win the ആത്മാവിനോട് കൂടെ flesh. ഞാൻ വസിക്കുമ്പോൾ എനിക്ക് ജഡത്തെ ജയിക്കാൻ കഴിയും. When you walk by the Holy Spirit, you can win the flesh. പരിശുദ്ധാത്മാവിന്റെ ആത്മാവിനെ നയിക്കുമ്പോൾ എനിക്ക് സന്തോഷിക്കുവാൻ കഴിയും. When the Holy Spirit guides you, you will have joy instilled upon you. ഇന്ന് പകൽക്കാലം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ When you listen to this word this morning, കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്ന എന്തിനാണെന്നറിയാമോ? you know why God has called me. കർത്താവ് എന്തിനാ നമ്മെ വിളിച്ചെന്നറിയാമോ? You know why God has called us. കർത്താവിനോട് കൂടെ നടക്കാനാ. To walk with the Lord. കർത്താവിനോട് കൂടെ നടക്കാനാ. To walk with God. ആ സന്തോഷത്തിൽ നടക്കാനാ. To walk with that in that ആ joy. സ്നേഹത്തിൽ നടക്കാനാ. To walk in that ആ happiness. ദീർഘക്ഷമയിൽ നടക്കാനാ. To walk in that ആ peace. വിശ്വസ്തതയിൽ നടക്കാനാ. To walk in that ആ assurance. ഇന്ദ്രിയജയത്തിൽ നടക്കാനാ. To walk in that victory. ഇതിനുവേണ്ടി കർത്താവ് നമ്മെ വിളിച്ചത്. That's why he has called us. Rabashakatalabasegete. സന്തോഷിക്കാൻ കഴിയാത്ത ഏതെങ്കിലും മേഖല ഉണ്ടെങ്കിൽ ആത്മാവിൽ പറഞ്ഞാട്ടെ, അടിമതുക ഇന്ന് രാവിലെ ആത്മാവിൽ പൊട്ടട്ടെ. Today, this morning, if you cannot have joy in anything, may that joy spread this
ആ ജനത്തിന്റെ ശക്തി എന്നെ സന്തോഷിപ്പിക്കാതിരിക്കുന്നെങ്കിൽ ആത്മാവിൽ പറഞ്ഞാട്ടെ, ആ ജനത്തിന്റെ ശക്തിയെ യേശുവിന്റെ നാമത്തിൽ ഞാൻ തകർക്കുന്നു. If there is any factor within your mind that you cannot have joy, I declare in the name of Jesus, may the joy of God right now install on the roof. Shall we all stand up in the presence of God? ദാസത്വം പലപ്പോഴും നമ്മെ അടിമത്തത്തിന്റെ കീഴിലാക്കുമ്പോൾ, Although the slave mentality mindset always brings us ജഡം down, നമ്മെ അടിമത്തത്തിന് കീഴിൽ നിരാശയിലേക്ക് താഴ്ത്തുമ്പോൾ, the power of the flesh always take us down. ഇന്ന് രാവിലെ ദൈവം നമുക്ക് ജീവന്റെ പുതുക്കത്തിൽ നടക്കാൻ ദൈവം നമ്മെ വിളിക്കുകയാണ്. This morning God has called us to be in that life of God, കൃപയുടെ സമൃദ്ധി, to walk in that grace, കൃപയുടെ സമൃദ്ധിയിൽ ഇന്ന് രാവിലെ ഞാൻ ആയിത്തീരുമ്പോൾ, in that abundance of grace. ഓ കൃപയുടെ നീതിദാനത്തിന്റെ സമൃദ്ധി എന്റെ മേൽ വ്യാപരിക്കുമ്പോൾ, Or by that abundance of grace, ഞാൻ ജീവന്റെ പുതുക്കത്തിൽ നടക്കുകയാണ്. you will walk in that new life. ആത്മാവിന്റെ സമൃദ്ധി എന്റെ മേൽ ഒഴുകാൻ തുടങ്ങുമ്പോൾ, When the work of the Spirit will overflow in ഞാൻ me, ജീവന്റെ പുതുക്കത്തിലാണ്. you